പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് വിജയം. ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സ്വത്തുക്കൾ ഫ്രാൻസ് മരവിപ്പിച്ചു. തങ്ങളുടെ രാജ്യത്ത് മസൂദ് അസറിനുള്ള സ്വത്തുക്കളാണ് മരവിപ്പിക്കുന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തതിനു പിന്നാലെയാണ് കടുത്ത നടപടികളുമായി ലോകരാജ്യങ്ങൾ നിലവിൽ വന്നത്. ഭീകര പ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കുന്ന പട്ടികയിൽ മസൂദിനെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും ആലോചിക്കുമെന്ന് ഫ്രാൻസ് അറിയിച്ചു. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാതിരിക്കുന്നത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും അതിനാൽ മറ്റു നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും UN രക്ഷാസമിതിയിലെ നയതന്ത്ര പ്രതിനിധികൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഫ്രാൻസിന്റെ നീക്കം. ഇത് 4ാം തവണയാണ് പ്രമേയത്തെ ചൈന എതിർക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിൽ ബുധനാഴ്ച രാത്രിയാണ് UN-ൽ വോട്ടെടുപ്പ് നടന്നത്. UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള ചൈന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു. അതേസമയം പ്രമേയം പാസാക്കത്തിൽ നിരാശയെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെ 15 അംഗങ്ങളുള്ള UN രക്ഷാസമിതിയിൽ ഒരംഗം എതിർത്തതിനാലാണ് മസൂദ് അസറിനെ ഭീകര പട്ടികകൾ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതെന്ന് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് US നിലപാട്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാതിരിക്കുന്നത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് US വ്യക്തമാക്കിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുടെ തലവൻ മസൂദ് അസറിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ USഉം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും മസൂദിനെ പിടിവിടുന്നു. ഇന്ത്യക്കൊപ്പം ലോകരാഷ്ട്രങ്ങൾ ഉണ്ട് എന്നതിന് ഒരിക്കൽ കൂടി തെളിവാണ് മസൂദ് അസറിന് നേരെ ഫ്രാൻസ് എടുത്തിരിക്കുന്ന ഇത്രയും കടുത്ത നിലപാടുകൾ. എന്തായാലും ചൈന മാത്രമാണ് മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് എതിര് നിൽക്കുന്നത്. പാകിസ്ഥാനോടൊപ്പം എപ്പോഴും ഭീകരതയ്ക്ക് താങ്ങും തങ്ങും ചൈനയാണ്. ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോഴും പാകിസ്ഥാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരുന്നു. ഇന്ത്യയുടെ ഏക ആവശ്യം ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കരുത്, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളെ പാകിസ്ഥാനിൽ മുളയിലെ നുള്ളുക എന്ന ഇന്ത്യയുടെ നിരന്തരം ആവശ്യം ഇതുവരെ പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിന്നതും. ഭീകരതയെ എതിർക്കണമെന്ന് ലോകരാജ്യങ്ങൾ ഒന്നാകെയാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതുവരെ പാകിസ്ഥാൻ ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. തെളിവുകൾ നൽകൂ, അപ്പോൾ മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാമെന്ന പാകിസ്ഥാന്റെ നിലപാട് ഇന്ത്യ എത്ര തവണ തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ വേണ്ട നടപടികൾ എടുത്തിട്ടില്ല ഇതുവരെ. എന്തായാലും മസൂദ് അസർ പോലുള്ള ഭീകരർക്കും ഭീകര സംഘടനകൾക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ സ്ഥാനമില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.